ഹായ് ഹലോ ഫ്രണ്ട്സ്, ഷെഹാർ ലക്കോഡ് എന്ന വെബ് സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സന്ധ്യയുടെ വീടിന് പുറത്ത് നിൽക്കുന്ന ദേവിനെയാണ് കാണിക്കുന്നത്. ഈ സമയം തന്റെ ജോലിയെല്ലാം കഴിഞ്ഞുകൊണ്ട് സന്ധ്യ നേരെ വീട്ടിലേക്ക് വരുന്നു. ദേവ് സന്ധ്യയോട് ഇത്രയും കാലവും തന്നോട് കള്ളം പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവളോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ സന്ധ്യ തനിക്കൊരിക്കലും താൻ കൈരവിന്റെ പ്രോസ്റ്റിറ്റ്യൂഷനെല്ലാം നോക്കി നടത്തുന്ന ആളാണെന്ന് പുറത്ത് പറയാൻ വേണ്ടി സാധിക്കില്ലെന്നും അതുകൊണ്ടാണ് താൻ ഇതെല്ലാം മറച്ചു വെച്ചതെന്ന് ദേവിനോട് പറയുന്നു. സന്ധ്യ, നീ ഫോട്ടോയിൽ കാണിച്ച പെൺകുട്ടി ഇവിടെ നിന്നും ജോലി നിർത്തിപ്പോയി എന്ന് മാത്രമാണ് താൻ അറിഞ്ഞതെന്നും പിന്നീട് ന്യൂസിൽ കണ്ടപ്പോഴാണ് അതൊരു കൊലപാതകമായിരുന്നു എന്ന കാര്യമെല്ലാം തനിക്ക് മനസ്സിലായതെന്ന് കൂടി ദേവിനോട് പറയുന്നു. ദേവാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി കൂട്ടാക്കാതെ നീ വീണ്ടും കള്ളം പറയുന്നതാണെന്ന് സന്ധ്യയോട് ആവർത്തിച്ച് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന സന്ധ്യ ദേവിന്റെ മുഖത്തടിച്ചുകൊണ്ട് നിനക്ക് ഇത്രയും കാലം എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ പോലും ഉണ്ടായിരുന്നില്ലെന്നും അങ്ങനെയുള്ള നീ പെട്ടെന്നൊരു ദിവസം വന്നുകൊണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീടിന്റെ അകത്തേക്ക് കയറിപ്പോകുന്നു. അവിടെ കജിത് കോടതിയിൽ നിന്നുള്ള ഓർഡർ പ്രകാരം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നിരിക്കുന്ന ദേവിനെയാണ് കാണിക്കുന്നത്. ദേവ് പല്ലവിയോട് അവന്റെ കാറിന്റെ അകത്ത് നിന്നും കിട്ടിയ ബ്ലഡിന്റെ എല്ലാം ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടെല്ലാം ലഭിച്ചോ എന്ന് തിരക്കുന്നു. എന്നാൽ പല്ലവി നീ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നിന്നെ പിടിച്ച് ജയിലിനകത്തിടുമെന്ന് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു. എന്നാൽ ദേവ് താൻ ഇന്നസെന്റ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി തന്റെ കയ്യിൽ ആഗ്നേയമുള്ള എവിഡൻസ് ആ റിപ്പോർട്ടാണെന്ന് പല്ലവിയോട് പറയുന്നു. കൂടാതെ ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തനിക്ക് തിരിച്ചു ചെന്ന് തന്നെ ജോലിയിൽ കയറാൻ പറ്റുമെന്നും ജയിലിൽ കിടന്ന ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ലഭിക്കാൻ വേണ്ടി പാടാണെന്ന് വിഷമത്തോടെ പല്ലവിയോട് പറയുന്നു. അവിടെ കച്ചിത് തന്റെ സമരക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വികാസിനെയാണ് കാണിക്കുന്നത്. ഈ സമയം കൈരവിന്റെ ആൾക്കാരായിട്ടുള്ള പീമ്പുവും അവിടേക്ക് വരുന്നത് കണ്ടതും വികാസ് വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ വികാസിനോട് സമരമെല്ലാം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും നീ ചോദിച്ചതുപോലെ നിനക്ക് വേണ്ട സ്കോളർഷിപ്പ് എല്ലാം കൈരവ് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സമരമെല്ലാം അവസാനിപ്പിക്കാൻ നോക്കാൻ വേണ്ടി പറയുന്നു. വികാസ് ഉടൻ തന്നെ അവരുടെ സമരത്തെ എല്ലാം സപ്പോർട്ട് ചെയ്ത പാർട്ടിക്കാരുടെ ലീഡറെ ചെന്ന് കണ്ടുകൊണ്ട് അവരുടെ ലീഡറായിട്ടുള്ള പ്രമോദിനോട് സമരം ഇനി മുമ്പോട്ട് പോയാൽ ശരിയാവില്ലെന്നും അവിടെ ആർക്കും ജോലിയൊന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് എല്ലാ വീട്ടിലും പട്ടിണിയാണെന്നും അതുകൊണ്ട് സമരം മുന്നോട്ട് പോയാൽ എല്ലാവരും പട്ടിണി എടുത്ത് മരിക്കുമെന്ന് ആ രാഷ്ട്രീയക്കാരനായ പ്രമോദിനോട് പറയുന്നു. എന്നാൽ പ്രമോദിനാവട്ടെ സമരം മര്യാദയ്ക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ വരുന്ന ഇലക്ഷനിൽ താൻ പരാജയപ്പെടുമെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പൈസയെല്ലാം താൻ അറേഞ്ച് ചെയ്ത് തരാമെന്നും സമരം ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ പാടില്ലെന്ന് വികാസിനോട് ഉറപ്പിച്ച് പറയുന്നു. വികാസിനാണെങ്കിൽ സമരം എങ്ങനെയെങ്കിലും നിർത്തണമെന്നുള്ളത് കൊണ്ട് അവൻ അയാൾ കൊടുത്ത ഓഫറിനൊന്നും പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. രാഷ്ട്രീയക്കാരനായ പ്രമോദിന് വികാസ് കാലുമാറുകയാണ് എന്ന് മനസ്സിലായതും അയാൾ ഉടൻ തന്നെ തന്റെ സുഹൃത്തായിട്ടുള്ള SHO വിളിച്ചുകൊണ്ട് വികാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെല്ലാം ആക്കാൻ വേണ്ടി പറയുന്നു. SHO ഉടൻ തന്നെ അജ്മലിന്റെ സഹോദരനെ ചെന്ന് കണ്ടുകൊണ്ട് നിന്റെ ചേട്ടന്റെ കേസെല്ലാം താൻ അന്വേഷിക്കുന്നുണ്ടെന്നും നിന്റെ ചേട്ടനെ എത്രയും പെട്ടെന്ന് താൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ശ്രദ്ധ തിരിഞ്ഞ സമയം അവിടെ നിന്നും അവന്റെ ആധാർ കാർഡെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു. ഇതേസമയം ദേവും ഏട്ടത്തെയും കൂടി അവരുടെ ഓഫീസിലെ സംശയം തോന്നിയ ഫയലുകളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുന്നു. അതിൽ ജയ് ഒരുപാടധികം ഷെൽ കമ്പനീസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ കൈരവിന്റെ ഹോട്ടലിലേക്ക് പൈസ എല്ലാം പമ്പ് ചെയ്തതായി കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൽ നിന്നും അവർക്ക് ജയ് കൈരവിന് വേണ്ടി അവന്റെ ബ്ലാക്ക് മണിയെല്ലാം വൈറ്റാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അവിടെ കജിത് ഈവനിങ്ങിൽ ദീക്ഷിത്തിനെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. നായകൻ അവനോട് കൈരവും നീയും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ എന്ന കാര്യമെല്ലാം തിരക്കുന്നു. എന്നാൽ അവൻ അവർക്കിടയിൽ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞൊഴിയാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും നായകൻ അവനോട് സത്യം പറയാൻ വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ദീക്ഷിത് കൈരവ് തന്നെ കൊണ്ട് അവിടെയുള്ള എല്ലാ VIP റൂമുകളിലും ഒളി ക്യാമറകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും അതിലൂടെ VIPസിന്റെ എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് കൈരവ് തന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുന്നതെന്ന് നായകനോട് പറയുന്നു. ഇത് കേട്ടത് നായകൻ തനിക്ക് ഈ നടന്ന സംഭവങ്ങളെല്ലാം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടെന്നും അതുകൊണ്ട് അവർക്ക് ഇതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയി അന്വേഷിക്കണമെന്ന് ദീക്ഷിത്തിനോട് പറയുന്നു. അവിടെ കച്ചിത് റോഡ് സൈഡിൽ വെച്ച് വികാസിനെ തടഞ്ഞു നിർത്തുന്ന SHOയെയാണ് കാണിക്കുന്നത്. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് വികാസിനെ കുത്തിക്കൊല്ലുന്നു. വികാസ് മരിച്ചു എന്നുറപ്പായതും അയാൾ അജ്മലിന്റെ അനിയന്റെ ആധാർ കാർഡെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട്
അവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ആൾക്കാരെല്ലാം വികാസ് മരിച്ച വിവരമെല്ലാം അറിഞ്ഞുകൊണ്ട് ആ നാട്ടിലെ ആൾക്കാരെല്ലാം ഈ സ്ഥലത്ത് വളഞ്ഞുകൂടുന്നു. പോലീസുകാർ ആ സംഭവം നടന്ന സ്ഥലത്തെല്ലാം അന്വേഷണം നടത്തിയതിൽ നിന്നും SHO കളഞ്ഞിട്ട് പോയ ആധാർ കാർഡ് എല്ലാം കിട്ടുന്നു. അവർ അതിലെ അഡ്രസ് എല്ലാം നോക്കിക്കൊണ്ട് നേരെ അജ്മലിന്റെ വീട്ടിലേക്ക് വരുന്നു. ഇതിനിടയിൽ SHO ആരും കാണാതെ താൻ കൊന്ന കത്തിയെല്ലാം എടുത്ത് അജ്മലിന്റെ അനിയന്റെ കട്ടിലിന് താഴെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുന്നു. പോലീസുകാരാണെങ്കിൽ തൊണ്ടി കിട്ടിയ സന്തോഷത്തിൽ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ച് SHO ഒരാളൊഴിഞ്ഞ സ്ഥലത്തെല്ലാം വണ്ടി ഒതുക്കിയ ശേഷം അവനെ കോടതിയിൽ ഹാജരാക്കിയാൽ താൻ പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ SHO പ്രതിയായി പിടിച്ചോണ്ട് വന്നവനോട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടോളാൻ വേണ്ടി പറയുന്നു. അവൻ അവിടെ നിന്നും ഓടിയ ഉടൻ തന്നെ SHO തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ യൂസ് ചെയ്ത് അവനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അവിടെ കട്ട് ചെയ്ത് താൻ ദേഷ്യപ്പെട്ടതിന്റെ വിഷമത്തിൽ സന്ധ്യയോട് മാപ്പ് പറയാൻ വന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയ ശേഷം രണ്ടുപേരും കൂടി റൂമിൽ ചെന്ന് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. ദേവ് സന്ധ്യയോട് ജയും കൈരവും പിന്നെ ആ മരിച്ചുപോയ ആ ഫോറിൻ ലേഡിയും തമ്മിലെല്ലാം ഒരു കണക്ഷൻ ഉണ്ടെന്നും അത് സോൾവ് ചെയ്യാൻ വേണ്ടി തന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് സന്ധ്യയോട് ചോദിക്കുന്നു. ഇവരുടെ ഈ സംസാരമെല്ലാം നടക്കുന്നതിനിടയിൽ സന്ധ്യ ജനാലയിലൂടെ ആരോ അവരെ നോക്കുന്നത് കണ്ട് പെട്ടെന്ന് ഷോക്കാവുന്നു. ഈ സമയം നായകന്റെ ചേട്ടനായിട്ടുള്ള ജയ് ഒരു ഹൂഡിയെല്ലാം ഇട്ടുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക.